ഇന്ന് നമ്മുടെ കൗമാരക്കാരായ മക്കൾക്ക് വേണ്ടിയാണ്. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് 2 ശിഷ്യന്മാർ വീട്ടിലോട്ട് മടങ്ങുകയാണ്. ഗുരു എന്ന് പറഞ്ഞ് ഇന്ന് നിങ്ങൾക്കൊരു പരീക്ഷയുണ്ട്, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഓരോ രൂപ നാണയം തരുന്നു, അതുകൊണ്ട് നിങ്ങളുടെ മുറി നിങ്ങൾ നിറയ്ക്കുക. എങ്ങനെ നിറയ്ക്കണമെന്നും എന്തുകൊണ്ട് നിറയ്ക്കണമെന്നും പറയുന്നില്ല. ശിഷ്യന്മാർ 1 രൂപ വെച്ചിട്ട് ചിന്തിച്ചു തുടങ്ങി, ഇതുകൊണ്ട് എങ്ങനെ നിറയ്ക്കാൻ. ഒരു ശിഷ്യൻ നേരെ മാർക്കറ്റിൽ പോയി അവിടെ കിടന്ന ചപ്പും ചവറും മാലിന്യങ്ങളും എല്ലാം കൊണ്ട് മുറി നിറച്ചു. രണ്ടാമത്തെ ശിഷ്യനും മുറി നിറച്ചു. വൈകുന്നേരം ആയപ്പോൾ ഗുരു വന്നു. ആദ്യത്തെ ശിഷ്യൻ്റെ മുറി തുറന്നപ്പോൾ ദുർഗന്ധം കൊണ്ട് അതിനകത്തോട്ട് പ്രവേശിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ശിഷ്യൻ്റെ മുറി തുറന്നപ്പോൾ അവിടെ പ്രകാശവും കൂടെ സുഗന്ധവും. ഗുരു നോക്കുമ്പോൾ അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വച്ചിരിക്കുന്നു, കൂടെ ഒരു ചന്ദനത്തിരി. ഇവിടെ 2 പേരുടെയും മനസ്സാണ് കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന താലന്തുകളാണിത്. ഓരോ നാണയവും നമ്മുടെ ജീവിതമാണ്. നമുക്ക് നെഗറ്റീവായിട്ട് വേണമെങ്കിലും ചിന്തിക്കാം, പോസിറ്റീവായിട്ട് വേണമെങ്കിലും ചിന്തിക്കാം. നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ അത് തിന്മയിലോട്ട് പോകും, അത് ബാക്കിയുള്ള ജീവിതത്തിന് ദുർഗന്ധപൂർണമാവും. പക്ഷേ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നമ്മൾ നന്മയിലോട്ട് പോകും, അത് ബാക്കിയുള്ളവർക്ക് വെളിച്ചവും സുഗന്ധവും നമ്മളെ കൊണ്ട് നൽകും.